ഇന്ന് നമ്മുടെ നാട്ടിൽ ഓട് വീടുകൾ പോലുമില്ല. അപൂർവം ഒറ്റപ്പെട്ട വീടുകളൊക്കെ ഉണ്ടാവാം, അത് ഒരു 5% താഴെ. അതൊരു മോശമായ അവസ്ഥ ആയതുകൊണ്ട് പറയല്ല. പക്ഷേ പൊതുവെ അതിദാരിദ്ര്യം എന്നത് നമ്മുടെ നാട്ടുകാർക്ക് പരിചയമില്ലാത്ത ഒരു വാചകമായി മാറിയത് പ്രവാസികളുടെ കൂടി സംഭാവനയാണ്. ഇന്ത്യ മഹാരാജ്യത്തെ പ്രധാന രാഷ്ട്രീയ കക്ഷികളെ അവഗണിച്ചുകൊണ്ടുള്ളൊരു സമീപനമാണോ നിങ്ങൾ പ്രതിനിധാനം ചെയ്യുന്ന വെൽഫെയർ പാർട്ടിക്കുള്ളത്? ഒരിക്കലും അങ്ങനെയല്ല. അങ്ങനെ അവഗണിച്ചുകൊണ്ട് ഒരു കക്ഷിക്കും മുന്നോട്ട് പോകാൻ പറ്റിയ സാഹചര്യമല്ല നമ്മുടെ ഈ സംവിധാനത്തിലുള്ളത്. നമ്മൾ പറയുന്ന വലിയ രാഷ്ട്രീയ കക്ഷികൾക്ക് പോലും മറ്റൊരു വിഭാഗത്തെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല. വിശേഷിച്ച് എല്ലാവരുടെയും ഒരു കൂട്ടായ്മ രൂപപ്പെടുത്തിക്കൊണ്ടാണ് ചേന്നമംഗലൂരിലെ എല്ലാ വികസനങ്ങളും നടക്കുന്നത്. ഓരോ ഇലക്ഷൻ ചേന്നമംഗലൂർ വരുമ്പോഴും കേൾക്കുന്നതാണ് പോളി പട്ടയം എന്നുള്ളത്. ഈ മുഖ്യധാര രാഷ്ട്രീയക്കാരാണ് ഈ വിഷയത്തെ നിരന്തരം ചർച്ചയ്ക്ക് വെക്കുന്നത്. അതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താ? 21 കൗൺസിലർ കാര്യമായി എന്തോ അധികം ചെയ്തു എന്നൊരു വാട്സപ്പ് പ്രചരണം കാര്യമായി നടക്കുന്നുണ്ട്. ഒരേ കളവ് 1000 പ്രാവശ്യം ആവർത്തിക്കുന്ന രീതിയിലാണ് നമ്മൾ അത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമസ്കാരം. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നമ്മുടെ പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന ഒരു സന്ദർഭമാണല്ലോ ഇപ്പോൾ. ഈ സന്ദർഭത്തിൽ കഴിഞ്ഞ 40 വർഷമായിട്ടുള്ള ചേന്നമംഗലൂരിൻ്റെ സാമൂഹിക, രാഷ്ട്രീയ, സാംസ്കാരിക പരിസരത്തെ ഒന്ന് അവലോകനം ചെയ്യുകയാണ് ഇതിലൂടെ. ഇവിടെ നമുക്ക് അതിഥിയായിട്ട് നിങ്ങൾക്ക് സുപരിചിതനായിട്ടുള്ള, ഞാൻ പ്രത്യേക വിശേഷണങ്ങളൊന്നും നൽകേണ്ടതില്ലാത്ത ഷഫീഖ് മാടായിൽ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ ഈ പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം. എത്ര വർഷമായി നിങ്ങൾ ചേന്നമംഗലൂരിൻ്റെ ഈ പൊതുമണ്ഡലത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട്? നിങ്ങളുടെ ആ ഒരു കാലയളവിൽ നിങ്ങളുടെ അനുഭവങ്ങളൊന്ന് വിശദീകരിക്കും. സത്യസന്ധമായി പറയുകയാണെങ്കിൽ സ്കൂൾ കാലഘട്ടം മുതൽ രാഷ്ട്രീയ രംഗത്ത് പൊതുരംഗത്തുണ്ട്. വിദ്യാർത്ഥി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോളേജ് കാലത്ത് രാഷ്ട്രീയ രംഗത്ത് ഇടപെടുകയും അവിടെ കോളേജ് ഇലക്ഷനുകളിലൊക്കെ മത്സരിക്കുകയും ചെയ്തിട്ടുണ്ട്. ശേഷം ചേന്നമംഗലൂരിൻ്റെ പൊതു സാംസ്കാരിക വിദ്യാഭ്യാസ രംഗത്തൊക്കെ ഇടപെടുകയും ഏറ്റവും അവസാനം 2010 ശേഷം രാഷ്ട്രീയ രംഗത്ത് കുറെക്കൂടി സജീവമായ ഇടപെടലുണ്ടായിട്ടുണ്ട്. 2010 പഞ്ചായത്ത് ഇലക്ഷനിൽ ഫാത്തിമ കൊടപ്പന മംഗലശ്ശേരി ഡിവിഷനിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന സന്ദർഭം ഉണ്ടായി. അതിനുശേഷം ആ വാർഡിൻ്റെ കൺവീനറായിട്ടാണ് സജീവമായി ഇടപെട്ട് തുടങ്ങുന്നത്. 2015 ഇതേ വാർഡിൽ വീണ്ടും ഞാൻ തന്നെ കൗൺസിലറായി മത്സരിക്കുന്നത്. മുക്കം മുനിസിപ്പാലിറ്റിയുടെ മംഗലശ്ശേരിയുടെ പ്രഥമ കൗൺസിലർ എന്ന നിലയ്ക്ക് ചേന്നമംഗലൂരിനെ പ്രതിനിധീകരിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സന്ദർഭങ്ങളിലൊക്കെ കൗൺസിലറുടെ കൂടെയും സ്വയം കൗൺസിലറായിട്ടുമൊക്കെ രാഷ്ട്രീയ രംഗത്ത് 15 വർഷം ഞാൻ എൻ്റെ സേവനവും സാന്നിധ്യവും അടയാളപ്പെടുത്തലും സാധിച്ചിട്ടുണ്ട് എന്ന് വളരെ സന്തോഷത്തോടുകൂടി ഓർക്കാൻ ഈ ഇലക്ഷൻ്റെ ഈ സമയത്ത് സാധിക്കും. വ്യത്യസ്തമായ ഒരുപാട് പദ്ധതികൾ സ്വയം കൊണ്ടുവരാനും മറ്റുള്ള രാഷ്ട്രീയ കക്ഷികളുടെ കൂടെ നിൽക്കാനും സാധിച്ചിട്ടുണ്ട്. ഇതാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ശരി. കഴിഞ്ഞൊരു 40 വർഷമായിട്ട് നിങ്ങൾ ചേന്നമംഗലൂരിൻ്റെ സാമൂഹ്യ പരിസരത്തുണ്ട്. ഈ ഒരു കാലയളവിൽ ചേന്നമംഗലൂരുണ്ടായിരുന്ന മാറ്റങ്ങൾ ഒന്ന് വളരെ സംക്ഷിപ്തമായിട്ട് പറയാൻ പറ്റുമോ? ചേന്നമംഗലൂർ എൻ്റെ രാഷ്ട്രീയ അല്ലെങ്കിൽ പൊതുജീവിതം ആരംഭിക്കുന്ന കാലഘട്ടം എന്ന് പറഞ്ഞാൽ കക്ഷി രാഷ്ട്രീയ അടിസ്ഥാനത്തിലായിരുന്നു പൊതുകാര്യങ്ങളൊക്കെ കണ്ടിരുന്നത്. എല്ലാ പൊതുകാര്യങ്ങളും വ്യത്യസ്ത കക്ഷികൾ വ്യത്യസ്ത രീതിയിൽ നോക്കിക്കാണുന്ന ഒരു അന്തരീക്ഷം. സ്ഥാപനങ്ങളും പള്ളികളുമായി ബന്ധപ്പെട്ട കോടതി വ്യവഹാരങ്ങൾ, പരസ്പരം കുറ്റപ്പെടുത്തിക്കൊണ്ട് നോട്ടീസ് യുദ്ധങ്ങൾ ഉൾപ്പെടെ ഒരു ഭാഗത്ത് ഉണ്ടായിരുന്നു. അതേസമയം ഇവിടുത്തെ വിദ്യാഭ്യാസ സംവിധാനങ്ങളാവട്ടെ, സാമൂഹ്യ പ്രവർത്തനങ്ങളാകട്ടെ, അതൊക്കെ അതിൻ്റേതായ രീതിയിലും മുന്നോട്ട് പോയിട്ടുണ്ട്. പക്ഷേ ഇന്ന് അല്ലെങ്കിൽ ഒരു 10 വർഷത്തിനിപ്പുറം ആ രീതിയിലുള്ളൊരു അന്തരീക്ഷമേ ചേന്നമംഗലൂരിലില്ല. അതിനപ്പുറം വ്യത്യസ്ത കക്ഷികളൊക്കെ യോജിച്ച് പ്രവർത്തിക്കുന്ന രീതിയാണ്. പൊതുകാര്യങ്ങളിലെങ്കിലും കാര്യമായ അഭിപ്രായ വ്യത്യാസങ്ങളില്ലാതെ ഒന്നിച്ച് നീങ്ങുന്ന ഒരു സാമൂഹ്യ അന്തരീക്ഷത്തിലേക്ക് ചേന്നമംഗലൂർ മാറിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ എൻ്റെ തുടക്കത്തിലുള്ള ചേന്നമംഗലൂരും ഇന്ന് ഞാൻ സജീവമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ചേന്നമംഗലൂരും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. ഇന്നൊരു കോർഡിനേഷനോട് കൂടി പരസ്പരം ബഹുമാനിച്ചുകൊണ്ട് ജനാധിപത്യ വിനയത്തോടു കൂടി പണിയെടുക്കുന്ന ഒരു പുതിയ ചേന്നമംഗലൂരും സമൂഹമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ചേന്നമംഗലൂരിൻ്റെ രാഷ്ട്രീയ മേഖലയിൽ ഇത്രയധികം
പ്രവർത്തിച്ച ഒരു വ്യക്തി എന്ന അർത്ഥത്തിൽ ഈ വർഷത്തെ 19ാം വാർഡിൽ മത്സരിക്കുന്ന പ്രമുഖ സ്ഥാനാർത്ഥി എന്ന അർത്ഥത്തിൽ നിങ്ങളുടെ വികസന കാഴ്ചപ്പാടൊന്ന് വിശദീകരിക്കുമോ? നമ്മൾ ഈ വർഷം പുതുതായിട്ടൊരു വികസന കാഴ്ചപ്പാട് രൂപപ്പെടുത്തിയിട്ടില്ല. നമ്മുടെ തുടക്കം മുതലേ നമ്മുടെ വികസന കാഴ്ചപ്പാട് എന്ന് പറഞ്ഞാൽ സമൂഹത്തിലെ എല്ലാ വിഭാഗം ആളുകളെയും സ്പർശിച്ചുകൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങളാണ്. എല്ലാവർക്കും ഗുണം കിട്ടുന്ന രീതിയിൽ വികസനം ഏതെങ്കിലും ഒരു വിഭാഗത്തിനോ ഒരു ഏരിയയിലേക്കോ ഒരു സമൂഹത്തിലേക്കോ മാത്രം ഒതുങ്ങാതെ മൊത്തം ചേന്ദമംഗലൂർ എന്ന പ്രദേശത്തെ വാർഡിനപ്പുറം ചേന്ദമംഗലൂർ എന്ന് പറയുന്ന പ്രദേശത്തെ ഉൾക്കൊള്ളുന്ന അതിലപ്പുറം മുക്കം മുനിസിപ്പാലിറ്റിയും കൂടി ഉൾക്കൊള്ളുന്ന രീതിയിലാണ് കഴിഞ്ഞ ഘട്ടങ്ങളിലൊക്കെ നമ്മൾ പണിയെടുത്തത്. മംഗലശ്ശേരി ഡിവിഷനിൽ എന്തെങ്കിലും വികസന പ്രവർത്തനങ്ങൾ ഒറ്റയ്ക്ക് കൊണ്ടുവരിക എന്നൊരു കാഴ്ചപ്പാടല്ലായിരുന്നു. ചേന്ദമംഗലൂരിനെ പൊതുവായും മുനിസിപ്പാലിറ്റിയെ പ്രത്യേകമായും ഒക്കെ പരിഗണിച്ചുകൊണ്ട് ഉള്ള ഒരു സമീപനമാണുള്ളത്. അത് കഴിഞ്ഞ കാലഘട്ടത്തിൽ നമ്മളെ പ്രവർത്തനങ്ങൾ പരിശോധിക്കുമ്പോൾ സമൂഹത്തിന് ബോധ്യമാവുന്ന രീതിയാണ്. ഒരു വാർഡിൽ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനത്തിലപ്പുറം മൊത്തം നാടിനെ പ്രതികരിക്കുക എന്ന രീതിയാണ്. അതുമായി ബന്ധപ്പെട്ടതാണ് നമ്മുടെ പരിസ്ഥിതി പ്രവർത്തനങ്ങൾക്കുമായി ബന്ധപ്പെട്ട് ചേന്ദമംഗലൂരിലൊക്കെ ഉണ്ടായ വലിയ മാറ്റം. മറ്റു നാട്ടുകാർക്ക് നോക്കിക്കാണാവുന്ന രീതിയിലുള്ള മാറ്റങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. കാർഷിക രംഗത്ത് ആ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അടിസ്ഥാന വികസന രംഗത്ത് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന പുതിയ സംരംഭങ്ങൾ നാട്ടിലുണ്ടായിട്ടുണ്ട്. ഓരോന്നും പ്രത്യേകമായ രീതിയിൽ ആ സന്ദർഭം പരാമർശിക്കാവുന്നേ ഉള്ളൂ. ഓക്കെ. ഈ അടുത്ത് നമ്മുടെ കേരളം അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമായിട്ട് പ്രഖ്യാപിക്കപ്പെടുകയുണ്ടായി. ചേന്ദമംഗലൂരിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ആ അതിദാരിദ്ര്യം എന്നത് ചേന്ദമംഗലൂർ ഇതിൻ്റെ വളരെ മുമ്പേ തന്നെ അവസാനിപ്പിച്ചിട്ടുള്ള ഒരു അപൂർവ ഒരു സ്ഥലമാണ് ചേന്ദമംഗലൂർ. നിങ്ങളതിനെപ്പറ്റി നിങ്ങളുടെ ഒരു അഭിപ്രായം പറയുമോ? അത് നമ്മളൊരു പ്രഖ്യാപനത്തിലൂടെ മാത്രമല്ല, കേരളത്തിൽ പൊതുവെ അങ്ങനെ പ്രഖ്യാപനത്തിലൂടെ നിലവിൽ വന്നെങ്കിലും ചേന്ദമംഗലൂർ ഗ്രാമം തന്നെ രൂപപ്പെട്ടത് വിദ്യാഭ്യാസ പ്രവർത്തനത്തിലൂടെയാണ്. നമ്മൾ അഭിമാനിക്കുന്ന 100 വർഷം പഴക്കമുള്ള ഗവൺമെൻറ് UP സ്കൂള് നമ്മുടെ നാടിൻ്റെ മാത്രം പ്രത്യേകതയാണ്. അതിനുശേഷം 1950 മുതൽ വ്യത്യസ്ത കോളേജുകളും എയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂൾ ഉൾപ്പെടെയുള്ള എയ്ഡഡ് സംവിധാനങ്ങൾ, PG തലത്തിലുള്ള സംവിധാനങ്ങളൊക്കെ ചേന്ദമംഗലൂർ മാത്രമുണ്ട്. അതിൻ്റെയൊക്കെ ഫലം എന്തായി എന്ന് ചോദിച്ചാൽ അവിടെ നിന്ന് പഠിച്ച് വളർന്നു വന്ന തലമുറ നാട്ടിലും വിദേശത്തും ജോലി സമ്പാദിക്കുകയും പ്രത്യേകിച്ച് പ്രവാസ ലോകത്ത് ജോലി നേടിയ ആളുകൾ അവരുടെ കുടുംബങ്ങളെ പ്രവാസ ലോകത്തേക്ക് എത്തിച്ചു. അവരുടെ കുടുംബം അതുപോലെ രക്ഷപ്പെട്ടു. ആ കുടുംബം രക്ഷപ്പെടുന്ന അതേ അർത്ഥത്തിലും അളവിലും തന്നെ നാടിനെ കൂടി രക്ഷപ്പെടുത്താൻ നമ്മുടെ നാട്ടിലെ പ്രവാസികൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതിലെ ഒരു ഘട്ടത്തിൽ ഇപ്പം പേര് പറയാവുന്ന ഒരു ഏജൻസി ഖത്തർ ഇസ്ലാഹി അസോസിയേഷനൊക്കെയാണ്. അതിനുശേഷം വേറെയും ഏജൻസികൾ വന്നിട്ടുണ്ട്. വളരെ സജീവ രംഗത്ത് പുതിയ ഏജൻസികൾ വന്നിട്ടുണ്ട്. എല്ലാവരും കൂട്ടായ ശ്രമം നാട്ടിൽ നടത്തുന്നുണ്ട്. ഖത്തർ ഇസ്ലാഹി അസോസിയേഷനൊക്കെ ഒരു ഘട്ടത്തിൽ ഒരു 25 വർഷം മുമ്പ് അവരൊരു പോളിസി ചേന്ദമംഗലൂരിൽ ഓലമേഞ്ഞ വീടുകൾ ഉണ്ടാവരുത് എന്നതാണ്. അന്ന് 25ഓളം വീടുകൾ ഓലമേഞ്ഞ വീടുകൾ സെലക്ട് ചെയ്ത് അത് ഓട് വീടുകളാക്കി മാറ്റി. ഇന്ന് നമ്മുടെ നാട്ടിൽ ഓട് വീടുകൾ പോലുമില്ല. അപൂർവം ഒറ്റപ്പെട്ട വീടുകളൊക്കെ ഉണ്ടാവാം, അത് ഒരു 5% താഴെ. അതൊരു മോശമായ അവസ്ഥ ആയതുകൊണ്ട് പറയല്ല. പക്ഷേ പൊതുവെ അതിദാരിദ്ര്യം എന്നത് നമ്മുടെ നാട്ടുകാർക്ക് പരിചയമില്ലാത്ത ഒരു വാചകമായി മാറിയത് പ്രവാസികളുടെ കൂടി സംഭാവനയാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ നല്ലൊരു അച്ചീവ്മെൻറ്റ് നേരത്തെ നേടിയ കേരളത്തിലെ അപൂർവം ഗ്രാമങ്ങളിൽ ഒന്നാണ് ഈ ചേന്ദമംഗലൂർ. ഇന്ത്യ മഹാരാജ്യത്തെ പ്രധാന രാഷ്ട്രീയ കക്ഷികളെ അവഗണിച്ചുകൊണ്ടുള്ളൊരു സമീപനമാണോ നിങ്ങൾ പ്രതിനിധാനം ചെയ്യുന്ന വെൽഫെയർ പാർട്ടിക്കുള്ളത്? ഒരിക്കലും അങ്ങനെയല്ല. അങ്ങനെ അവഗണിച്ചുകൊണ്ട് ഒരു കക്ഷിക്കും മുന്നോട്ട് പോകാൻ പറ്റിയ സാഹചര്യമല്ല നമ്മുടെ ഈ സംവിധാനത്തിലുള്ളത്. നമ്മൾ പറയുന്ന വലിയ രാഷ്ട്രീയ കക്ഷികൾ പോലും മറ്റൊരു വിഭാഗത്തെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല. വിശേഷിച്ച് എല്ലാവരുടെയും ഒരു കൂട്ടായ്മ രൂപപ്പെടുത്തിക്കൊണ്ടാണ് ചേന്ദമംഗലൂരിലെ എല്ലാ വികസനങ്ങളും നടന്നത്. ഞാൻ കൗൺസിലറായിരിക്കുന്ന സമയത്തും അങ്ങനെ തന്നെയാണ്. ഉദാഹരണം മംഗലശ്ശേരി തൂക്കുപാലം എന്ന് പറഞ്ഞ ഒരു പ്രപ്പോസൽ മുക്കം മുനിസിപ്പാലിറ്റിയിൽ 2016 ഒരു പ്രമേയത്തിലൂടെ ഞാനാണ് കൊണ്ടുവരുന്നത്. ആ സമയത്ത് നമ്മൾ മുനിസിപ്പാലിറ്റിയുടെ പദ്ധതി രേഖയിൽ തൂക്കുപാലത്തിന് വേണ്ടി ഒരു ഫണ്ട് വകയിരുത്തി. അതുമായി ബന്ധപ്പെട്ട എസ്റ്റിമേറ്റും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയപ്പം തൂക്കുപാലത്തിന് വലിയൊരു സംഖ്യയുടെ എസ്റ്റിമേറ്റാണ് ലഭ്യമായത്. ആ സമയത്ത് കാരശ്ശേരി പഞ്ചായത്തിലെ കക്കാടുമായി ബന്ധപ്പെട്ട ജനപ്രതിനിധിയെ കണ്ടു, അക്ബർ. അദ്ദേഹത്തെ കണ്ട് ജോർജൻ തോമസുമായി ബന്ധപ്പെട്ട് അന്നത്തെ MLA ബഹുമാനപ്പെട്ട ജോർജൻ തോമസുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിലൂടെയാണ് തൂക്കുപാലത്തിൻ്റെ ഫണ്ട് കൊണ്ടുവരുന്നത്.
അപ്പോൾ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടി അല്ലെങ്കിൽ അത്തരം ആളുകളെ സഹകരണമില്ലാതെ അങ്ങനെ ഒന്നും കൊണ്ടുവരാൻ കഴിയില്ല. അപ്പോൾ സർക്കാർ ഫണ്ട് ചേന്നമംഗലൂരിലേക്ക് ഇതുപോലെ കേന്ദ്ര സംസ്ഥാന ഫണ്ടുകൾ അങ്ങനെ വരാതിരിക്കുക എന്നുള്ളൊരു സാഹചര്യം ഉണ്ടോ ശരിക്കും? ഒരിക്കലും അങ്ങനെ ഒരു സാഹചര്യമില്ല. നമ്മൾക്ക് ചേന്നമംഗലൂരിലല്ല ജീവിക്കുന്നത്. നമ്മൾ ജീവിക്കുന്ന ചേന്നമംഗലൂരിൽ എത്ര സർക്കാർ ഫണ്ടുകൾ അനുവദിച്ചുകൊണ്ട് എന്തെല്ലാം സംരംഭങ്ങളുണ്ടായി. മംഗലശ്ശേരി, എൻ്റെ ഡിവിഷനിലായ മംഗലശ്ശേരി തൂക്കുപാലം സർക്കാർ ഫണ്ടുമായി ബന്ധപ്പെട്ട് വന്നതാണ്. MLA മുഖേന നമ്മൾ നേടിയെടുത്തതാണ്. ചേന്നമംഗലൂർ ഗ്രാമത്തിലെ ഗവൺമെൻറ് UP സ്കൂള് നമ്മൾ 80 ലക്ഷം രൂപ ചേന്നമംഗലൂർ നാട്ടുകാർ ഒരുമിച്ച് സ്വരൂപിച്ച് സ്ഥലമെടുത്തപ്പോൾ അന്നത്തെ MLA മുഖേനയാണ് UP സ്കൂളിന് കെട്ടിടം വരുന്നത്. ഇന്ന് വീണ്ടും ഇന്നത്തെ പുതിയ MLA മുഖേന പുതിയ കെട്ടിടം നിലവിൽ വന്നു. ഇതൊക്കെ നാട്ടിലേക്ക് വരുന്ന സർക്കാർ ഫണ്ടുകളാണ്. അതുപോലെ ഇറിഗേഷനുമായി ബന്ധപ്പെട്ട ഫണ്ടുകൾ ഞാൻ കൗൺസിലിൽ ഉള്ള സമയത്ത് 2018 വെള്ളപ്പൊക്ക സമയത്ത് തീരമിടിഞ്ഞു പോയ സന്ദർഭം ഉണ്ടായി. വീടിന് ഭീഷണികൾ വന്ന സമയത്ത് MLAയും മറ്റുമൊക്കെ ബന്ധപ്പെടുത്തിക്കൊണ്ട് ഒരു ബോട്ട് യാത്ര നടത്തി ഇടിഞ്ഞ പ്രദേശങ്ങളൊക്കെ അടയാളപ്പെടുത്തി 10 കോടിയുടെ പ്രപ്പോസൽ കൊടുത്തു. പക്ഷേ ദൗർഭാഗ്യവശാൽ 2019 വീണ്ടും വെള്ളപ്പൊക്കം വന്നപ്പം, പ്രളയം വന്നപ്പോൾ ആ ഫണ്ടുകൾ അനുവദിക്കാൻ സർക്കാരിന് പറ്റാത്ത അവസ്ഥയായി. പക്ഷേ ഏറ്റവും എസെൻഷ്യലായ ഭാഗത്ത് നമ്മൾ 45 ലക്ഷം രൂപയുടെ ഒരു പദ്ധതി കൊണ്ടുവരും. മേജർ ഇറിഗേഷൻ ഫണ്ടിൽ നിന്ന് ആ സംഖ്യ സ്വരൂപിച്ച് അവിടെ തെയ്യത്തുംകട് ഭാഗത്ത് ഒരു കെട്ട് നിങ്ങളെ ശ്രദ്ധയപ്പെട്ടിട്ടുണ്ടാവും. ഇതൊക്കെ സർക്കാർ ഫണ്ടുകളാണ്. ഒരുപാട് അനവധി സർക്കാർ ഫണ്ടുകൾ വീണ്ടും നമ്മുടെ പ്രദേശത്തേക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതോടൊപ്പം സർക്കാർ ഫണ്ടുകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ചേന്നമംഗലൂർക്കാർക്ക് ഒരു കാലത്ത് മുക്കത്തേക്കുള്ള യാത്രാ സൗകര്യം നല്ല പ്രയാസത്തിലായിരുന്നു. MLA മുഖേന വന്ന സർക്കാർ ഫണ്ടാണ് ഈ മുക്കം ചേന്നമംഗലൂർ റോഡ് ഏകദേശം 2,80,00,000 മുനിസിപ്പാലിറ്റിയുടെ ഉൾപ്പെടെയുള്ള ഫണ്ട് വെച്ചുകൊണ്ട് 2,80,00,000 ചേന്നമംഗലൂരിലേക്കുണ്ട്. അത് നമ്മൾ വെൽഫെയർ പാർട്ടി കൊണ്ടുവന്നു എന്നല്ല, ചേന്നമംഗലൂരെ രാഷ്ട്രീയ കൂട്ടായ്മയാണ് അത് കൊണ്ടുവന്നത്. അതുപോലെ മണാശ്ശേരി കൊടിയത്തൂരുമായി ബന്ധപ്പെട്ട റോഡ് ചേന്നമംഗലൂർ പ്രദേശത്തൂടെ കടന്നു പോകുന്നത്. അപ്പോൾ ചേന്നമംഗലൂരിലേക്ക് സർക്കാർ ഫണ്ടുകൾ വരുന്നില്ല എന്ന് പറയുന്നത് ഒരു അശ്ലീല പ്രയോഗമാണ്. അത് ആരെയൊക്കെ താറടിച്ച് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് മറുപടി പറയേണ്ടത് യഥാർത്ഥത്തിൽ ഞാനല്ല, ഇവിടുത്തെ മുഖ്യധാര രാഷ്ട്രീയക്കാർ എന്ന് പറയുന്നവരാണ് ഇതിനൊക്കെ മറുപടി പറയേണ്ടത്. കാരണം ഇവർ കൂടി സഹകരിച്ചുകൊണ്ടോ അവർ മുമ്പിൽ നിന്നുകൊണ്ടോ ആണ് ഇത്തരം ഫണ്ടുകളൊക്കെ ചേന്നമംഗലൂരിലേക്ക് വരുന്നത്. അതിലപ്പുറം എനിക്ക് വ്യക്തിപരമായി അവകാശപ്പെടുന്നത്, ഞാൻ മുക്കം മുനിസിപ്പാലിറ്റിയിൽ ആദ്യ കൗൺസിലറായിരിക്കുന്ന സമയത്താണ് ചേന്നമംഗലൂർ ഹൈസ്കൂൾ റോഡ് 20 ലക്ഷം രൂപയുടെ ഫണ്ട് മുനിസിപ്പാലിറ്റിയുടെ പൊതു ഫണ്ടിൽ നിന്നാണ് കൊണ്ടുവരുന്നത്. വാർഡിലേക്ക് അനുവദിച്ചതല്ല. അതിന് നാട്ടുകാരുടെയും കൂടി സഹകരണത്തോടു കൂടി അതിനേക്കാൾ വലിയൊരു സംഖ്യ അവിടെ ചെലവഴിച്ചിട്ടാണ് 8 മീറ്റർ വീതിയുള്ള ചേന്നമംഗലൂർ ഹയർ സെക്കൻഡറി സ്കൂൾ റോഡ് ഇന്ന് യാഥാർത്ഥ്യമായത്. പഴയ ഹൈസ്കൂൾ റോഡും ഇന്നിൻ്റെ ഹൈസ്കൂൾ റോഡും തമ്മിൽ വ്യത്യാസമില്ലേ? ഈ രീതിയിൽ ചേന്നമംഗലൂരിലേക്ക് ആവശ്യമായ ഫണ്ടുകൾ യഥാസമയം നമുക്ക് ലഭ്യമായിട്ടുണ്ട്. ഓക്കെ, കഴിഞ്ഞ 15 വർഷമായിട്ട് നിങ്ങൾ ഡയറക്റ്റ് പൊളിറ്റിക്സിൽ വെൽഫെയർ പാർട്ടിയെ പ്രതിനിധീകരിച്ചുകൊണ്ടുണ്ട്. ഈ സമയത്തൊക്കെ വെൽഫെയർ പാർട്ടിക്ക് ചേന്നമംഗലൂരിൽ കൗൺസിലർമാരോ വാർഡ് മെമ്പർമാരോ ഉണ്ട്. ഈ ഒരു 15 വർഷം നിങ്ങൾ എന്താണ് ശരിക്കും ചേന്നമംഗലൂർ ചെയ്തത്? ചേന്നമംഗലൂർ എന്താണ് ചെയ്തത് എന്നത് മുഴുവൻ ഈ ഒരു സമയത്ത് പറഞ്ഞാൽ തീരില്ല. അത്രമാത്രം ചെയ്തു എന്നല്ല, ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്ന അവരിന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് സംവിധാനങ്ങളുണ്ട്. ഒന്ന് റോഡുകൾ. നേരത്തെയുള്ള വാർഡ് മെമ്പർമാർ ഗ്രാമപഞ്ചായത്തായിരിക്കുന്ന സമയത്ത് പല ഇടവഴികളും നാട്ടുകാരുടെ സഹായത്തോടു കൂടി വീതി കൂട്ടി റോഡാക്കി മാറ്റിയിട്ടുണ്ട്. ആ റോഡുകളെല്ലാം ടാർ ചെയ്യുക, ആ റോഡുകൾ കൂടുതൽ വിശാലമാക്കുക, ആ റോഡുകൾ മറ്റ് പ്രദേശത്തേക്ക് തുറന്നെത്തിക്കുക എന്നുള്ള സംഗതിയൊക്കെ കഴിഞ്ഞ 15 വർഷമായി ചെയ്തിട്ടുണ്ട്. ഉദാഹരണം, മംഗലശ്ശേരി ഡിവിഷനുമായി ബന്ധപ്പെട്ട വികസനങ്ങൾ മാത്രം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒന്ന് റോഡ്, മംഗലശ്ശേരി കക്കാട് റോഡ് നേരത്തെയുള്ള വാർഡ് മെമ്പർമാരുടെ കാലത്ത് പുതിയോട്ടിൽ ഭാഗത്തായിരുന്നു അതിൻ്റെ ടാറിങ് അവസാനിച്ചിരുന്നത്. ഫാത്തിമ കൊടപ്പന മെമ്പറായി വന്നതിന് ശേഷമാണ് അത് മംഗലശ്ശേരി ഭാഗത്തേക്കും ഗ്രൗണ്ട് ഭാഗത്തേക്കും ടാറിട്ട് തുടങ്ങുന്നത്. അതിനു മുമ്പ് അവിടെ ചുവന്ന റോഡായിരുന്നു. അപ്പോൾ മംഗലശ്ശേരി 10-62 വീട്ടുകാർ താമസിക്കുന്ന ഭാഗത്തേക്ക് ആദ്യമായി ടാറിട്ട റോഡ് കൊണ്ടുവരുന്നത് ഫാത്തിമ കൊടപ്പനയാണ്. ശേഷം ആ റോഡ് ഞാൻ കൗൺസിലറായി വന്നതിന് ശേഷമാണ് ആ റോഡ് അങ്ങോട്ട് പൂളക്കണ്ടി മടത്തിൽ ഭാഗത്തേക്ക് ടാർ ചെയ്യുന്നത്. ഫാത്തിമ കൊടപ്പനയുടെ കാലഘട്ടത്തിൽ തന്നെ റോഡിന് സ്ഥലം എടുത്ത് വീതി കൂട്ടി റോഡായി മാറുകയും പിന്നീട് എൻ്റെ കാലഘട്ടം വന്നപ്പോഴാണ് അത് ടാറിങ്ങും കാര്യങ്ങളൊക്കെ നടന്നിട്ട് മടത്തിൽ ഭാഗത്തേക്കുള്ള റോഡിലേക്ക് യോജിപ്പിക്കുന്നത്. മാത്രമല്ല പോത്തനംപുറം ഭാഗത്തേക്കുള്ള റോഡ് മംഗലശ്ശേരി ഗ്രൗണ്ടിൽ നിന്ന് പോത്തനംപുറം ഭാഗത്തേക്ക് ഒരു 3 അടി നടപ്പാതയായിരുന്നു, ദുഷ്കരമായ പാത. അത് വീതി കൂട്ടി ഇന്ന് കോൺക്രീറ്റ് ചെയ്ത്
വിശാലമായ സൗകര്യത്തോടുകൂടി അത് അങ്ങോട്ട് തുറന്ന് ഇതും പോത്തനംപുറം മടത്തിൽ റോഡിലേക്ക് ബന്ധിപ്പിക്കുകയാണ്. ഒരു വെള്ളപ്പൊക്ക സാഹചര്യം വരുന്ന സമയത്ത് ഒരു പരിധി വരെ നമുക്ക് പിടിച്ചിക്കാൻ പറ്റിയ രീതിയിൽ ഈ റോഡുകൾ രണ്ടും ഉപയോഗപ്പെടുത്താൻ പറ്റിയ സാഹചര്യം ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ മംഗലശ്ശേരി ഡിവിഷനിൽ നേരത്തെ ഈ റോഡിൽ തന്നെ മംഗലശ്ശേരി റോഡിൽ തന്നെ ചേന്നാങ്കുന്ന് ഭാഗത്തേക്ക് ഒരു ഓപ്പണിംഗ് ഇല്ലായിരുന്നു. ചേന്നാങ്കുന്ന് ഭാഗത്തേക്ക് റോഡ് വെട്ടിയിരുന്നു. ആ റോഡ് ടാർ ചെയ്യുകയും നമ്മുടെ മദരത്ത് മുസ്തഫയുടെ ഭാഗത്ത് കൂടെ അങ്ങോട്ടൊരു ആക്സസ് ഉണ്ടാവുകയും ഒക്കെ ചെയ്തത് നമ്മുടെ ആ കാലഘട്ടത്തിലാണ്. മംഗലശ്ശേരി ആ പ്രദേശത്തിനപ്പുറം വാർഡിലെ ചേന്നമംഗലൂരിൻ്റെ വ്യത്യസ്ത ഭാഗം, ഇപ്പം താറ്റുംപാലം എലമ്പിലാശ്ശേരി റോഡ്, താറ്റുംപാലം ചേന്നാങ്കുന്ന് റോഡ്, ഇതൊക്കെ വീതി കൂട്ടി വികസിച്ച് ടാർ ചെയ്യുക മാത്രമല്ല കൈവരികൾ വരെ സ്ഥാപിച്ചുകൊണ്ട് ഏറ്റവും മനോഹരമായ രീതിയിലായിട്ടുണ്ട്. പാടത്തുള്ള നടവരമ്പ് ഉൾപ്പെടെ കോൺക്രീറ്റ് ചെയ്തുകൊണ്ടുണ്ട്. ബസ് വെയിറ്റിംഗ് ഷെഡുകൾ ഏറ്റവും മനോഹരമായ, ഏറെ ചർച്ച ചെയ്യപ്പെട്ട ബസ് വെയിറ്റിംഗ് ഷെഡ് ചേന്നമംഗലൂർ അങ്ങാടിയിലുണ്ട്. ചേന്നമംഗലൂർ ഈ രീതിയിൽ ഏത് രംഗത്തും കാർഷിക രംഗത്ത് ചേന്നമംഗലൂർ വേറെ ചർച്ച ചെയ്യപ്പെട്ട പ്രദേശമാണ്. മുക്കം മുനിസിപ്പാലിറ്റിയുടെ നെല്ലറ എന്നറിയപ്പെടുന്ന പ്രദേശമാണ് ചേന്നമംഗലൂർ. അവിടെ നേരത്തെ കവുങ്ങ് കൃഷിയും വാഴക്കൃഷിയൊക്കെ ഉണ്ടായിരുന്ന വയലുകളിലൊക്കെ കവുങ്ങ് വെട്ടി മാറ്റി പെയ്തു മാറ്റി അവിടെ നെൽകൃഷി തിരിച്ചു പിടിക്കുന്ന ഒരു യജ്ഞം ചേന്നമംഗലൂർ പരിസ്ഥിതി പ്രവർത്തകരുടെ മുന്നേറ്റത്തിൽ നടന്നതാണ്. അതിൽ കൗൺസിലർമാർ നേതൃത്വം കൊടുത്തിട്ടുണ്ട്. അതുപോലെ പിന്നെ ചേന്നമംഗലൂർ ഇന്ന് ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കുളമുണ്ട്. സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ളതാണെങ്കിലും ഞാൻ മുക്കം മുനിസിപ്പാലിറ്റിയിൽ കൗൺസിലറായ സമയത്താണ് അതിന് അനുമതി വാങ്ങുന്നതും ആ കുളം നിർമ്മാണം നടക്കണം. ഇന്ന് നൂറുകണക്കിന് വിദ്യാർത്ഥികൾ ആ കുളം ഉപയോഗപ്പെടുത്തുകയും നീന്തൽ പരിശീലനം നടത്തുകയും ചെയ്യുന്നുണ്ട്. പരിസ്ഥിതി രംഗത്ത് നമ്മുടെ നാട് ഒരുപാട് മുന്നേറ്റങ്ങൾ നടത്തിയിട്ടുണ്ട്. ഒരു വലിയ കൂട്ടായ്മ തന്നെ നാട്ടിൽ ആ അർത്ഥത്തിൽ രൂപപ്പെട്ടു വന്നിട്ടുണ്ട്. നമ്മുടെ മഹല്ല് സംവിധാനങ്ങൾ ഉൾപ്പെടെ ആ വിഷയത്തിൽ സഹകരിച്ചുകൊണ്ട് മുന്നോട്ട് പോയിട്ടുണ്ട്. ഇപ്പോൾ മുക്കം മുനിസിപ്പാലിറ്റിയിൽ ഞാൻ കൗൺസിലറായിരിക്കുന്ന സമയത്താണ് കേരളത്തിലെ ആദ്യത്തെ നഗര ഹരിത വാർഡ് നമ്മൾ മംഗലശ്ശേരി തിരഞ്ഞെടുക്കുന്നുണ്ട്. കലക്ടറൊക്കെ ചേന്നമംഗലൂർ വന്നിട്ട് നമ്മളെ ആദരിക്കുകയൊക്കെ ചെയ്ത സന്ദർഭം ഓർക്കുന്നുണ്ടാവും. ആ അർത്ഥത്തിൽ ഒരുപാട് മെസ്സേജ് മറ്റ് നാട്ടുകാർക്ക് നൽകാൻ നമുക്ക് ആയിട്ടുണ്ട്. അതുപോലെ ഒരു വിഷയമാണ് ചേന്നമംഗലൂരുള്ള 3 അംഗനവാടികൾ. അതിൽ ഫാത്തിമ കൊടപ്പന മെമ്പറായിരിക്കുന്ന സമയത്താണ് ചേന്നാങ്കുന്ന് അംഗനവാടിക്ക് പുതിയ കെട്ടിടം ഉണ്ടാകുന്നത്. നേരത്തെ ചേന്നാങ്കുന്ന് അംഗനവാടിക്ക് കെട്ടിടം ഉണ്ടായിരുന്നു. പക്ഷേ അത് ചോർന്നൊലിക്കുന്ന അവസ്ഥയിലൊക്കെ ആയി. അത് ഒരു ഇരുനില കെട്ടിടമായിട്ട് ഉയർത്തിക്കൊണ്ടുവന്നു. അത് പിന്നീട് നമ്മൾ ഈ പ്രദേശത്ത് തന്നെ ഒരുപറ്റേ നമ്മുടെ മുനിസിപ്പാലിറ്റി തന്നെ ആദ്യത്തെ AC ഉൾപ്പെടെ ഫിറ്റ് ചെയ്ത അംഗനവാടിയാണ്. ഈ AC ഫിറ്റ് ചെയ്യുന്ന ഇന്ന് ചർച്ച ചെയ്യുമ്പോൾ ഒരു പ്രസക്തമല്ലെങ്കിലും അക്കാലത്ത് ആ പ്രദേശത്തുള്ള കുട്ടികൾക്ക് AC ഒരു കൗതുക വസ്തുവായിരുന്നു. ആ അർത്ഥത്തിൽ അതൊന്ന്. ചേന്നമംഗലൂർ അംഗനവാടി, നേരത്തെ സിതാര അംഗനവാടി എന്നൊക്കെ പറയുന്ന ഒരു ചെറിയ കെട്ടിടത്തിൽ വളരെ പ്രയാസത്തിലുണ്ടായിരുന്ന അംഗനവാടി നമ്മൾ അതിന് സ്ഥലം കണ്ടെത്തുകയും ആ തൊട്ടടുത്ത പ്രദേശത്തുള്ള വീട്ടുകാരുടെ സ്ഥലം കൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു നല്ല സ്മാർട്ട് അംഗനവാടിയായിട്ട് ചേന്നമംഗലൂർ അംഗനവാടി രൂപപ്പെട്ടിട്ടുണ്ട്. ആ അംഗനവാടിയിലേക്ക് വഴികൾ തുറന്നിട്ടുണ്ട്. അതുപോലെ ആറ്റുപുറം അംഗനവാടി ഇന്ന് അതും സ്മാർട്ട് അംഗനവാടിയായി ഡെവലപ്പായിട്ടുണ്ട്. ഇത് ചേന്നമംഗലൂരിൻ്റെ 3 അംഗനവാടികളും ഇന്ന് കൃത്യമായി നമ്മുടെ വിദ്യാർത്ഥികൾക്ക്, ചെറിയ കുട്ടികൾക്കും സ്ത്രീകൾക്കും കൗമാര പ്രായത്തിലുള്ള പെൺകുട്ടികൾക്കും ഉപയോഗപ്പെടുത്താൻ പറ്റിയ സംവിധാനമായി മാറിയിട്ടുണ്ട്. അതോടൊപ്പം അംഗനവാടി പരാമർശിക്കുമ്പോൾ വെസ്റ്റ് ചേന്നമംഗലൂർ അംഗനവാടി കഴിഞ്ഞ വർഷം പുതുതായിട്ട് ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ തുടക്കവും ഞങ്ങൾ കൗൺസിലിൽ വെച്ചിട്ടാണ്. എന്നാൽ ഗഫൂർ മാസ്റ്റർ മെമ്പറായിരിക്കുന്ന സമയത്താണ് ടി മുഹമ്മദ് സാഹിബിനെ സമീപിച്ചുകൊണ്ട് അംഗനവാടിക്ക് സ്ഥലം ലഭ്യമാകുന്നത്. അദ്ദേഹം ഫ്രീ ആയിട്ട് നമുക്ക് സ്ഥലം ലഭ്യമാവുകയും പിന്നീട് ഇപ്പോൾ ഉള്ള മെമ്പറുടെ സാന്നിധ്യത്തിൽ അവരുടെ ഇടപെടൽ കൂടി പൊതു ഫണ്ട് വെച്ചുകൊണ്ട് പുതിയൊരു അംഗനവാടി കൂടി അങ്ങനെ ചേർന്നതിൽ മൊത്തം 4 അംഗനവാടികളും ഭംഗിയായി പ്രവർത്തിക്കാൻ പറ്റിയ രീതിയിലായിട്ടുണ്ട്. നമ്മുടെ വികസനം എല്ലാ വിഭാഗത്തെയും സ്പർശിച്ചുകൊണ്ടായിരിക്കും എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നല്ലോ. ഒരു ഉദാഹരണത്തിന് നമ്മുടെ പ്രദേശത്തുള്ള SC കുടുംബങ്ങൾ, അതിൽ 78 SC കുടുംബങ്ങൾക്ക് വ്യത്യസ്ത രീതിയിലുള്ള ആനുകൂല്യങ്ങൾ ലഭ്യമാക്കിയിട്ടുണ്ട്. 51 വിദ്യാർത്ഥികൾക്ക് 10 ലക്ഷം രൂപയുടെ സ്കോളർഷിപ്പുകൾ ലഭ്യമായിട്ടുണ്ട്. പിന്നെ SC വിഭാഗവുമായി ബന്ധപ്പെട്ട എല്ലാ ക്ഷേമ പദ്ധതികളും നമ്മുടെ വാർഡുകളിലേക്ക് കൊണ്ടുവരാൻ അവർ ലാപ്ടോപ്പുകൾ, SC വിധവകൾക്കുള്ള കട്ടിൽ തുടങ്ങി ഒരുപാടെണ്ണം. നമ്മുടെ കാഴ്ചപ്പാടുമായി ബന്ധപ്പെട്ട മറ്റൊരു സംവിധാനമാണ് പൊതു ഇടങ്ങളുടെ നിർമ്മാണം. പൊതു കുളിക്കടവുകൾ, ബാക്ക് ടു റിവർ എന്നൊരു പ്രൊജക്റ്റിലൂടെ നമ്മൾ പൊതു കുളിക്കടവുകൾ ഒരുപാടുണ്ടായി. ഈ സമയത്ത് അത് ഉപയോഗപ്പെടുത്താനുള്ള ചില സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ പൊതു ഗ്രൗണ്ടുകൾ, മംഗലശ്ശേരി ഗ്രൗണ്ട് നേരത്തെ മഴക്കാലത്ത് കളിക്കാൻ പറ്റാത്ത രീതിയിൽ ആയിരുന്നു.
നമ്മുടെ നാട്ടിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ ആശ്രയിക്കുന്ന ഏക ഗ്രൗണ്ടാണ് മംഗലശ്ശേരി ഗ്രൗണ്ട്. പൊതു ഇടങ്ങളുമായി ബന്ധപ്പെട്ട് നമുക്കതുപോലെ പഞ്ചാബ് ഭാഗത്ത് സാംസ്കാരിക നിലയം ഇന്നൊരു പാർക്ക് പോലെ ഉപയോഗപ്പെടുത്താൻ പറ്റിയ രീതിയിലേക്ക് ഡെവലപ്പായിട്ടുണ്ട്. ഒരു സൗന്ദര്യ സങ്കല്പത്തോടു കൂടി ആണ് അതുണ്ടായത്. പൊതു കുളിക്കടവുകൾ നമ്മൾ പരാമർശിച്ചു. മൊയ്തീൻ പാർക്ക് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ തെയ്യത്തുംകട് ഭാഗത്ത് ഒരു സംവിധാനത്തിന് തുടക്കം കുറിച്ചിട്ടുണ്ട്. അത് ഡെവലപ്പ് ചെയ്ത് വലിയൊരു സംവിധാനത്തിലേക്കുള്ള ഒരു കാഴ്ചപ്പാടും പ്ലാനും എസ്റ്റിമേറ്റും നമ്മുടെ മുമ്പിലുണ്ട്. പൊറ്റശ്ശേരി ഭാഗത്ത് നമ്മൾ സ്ഥലമെടുത്തുകൊണ്ട് ഒരു ഗ്രൗണ്ട്, പൊറ്റശ്ശേരി നിവാസികളുടെ ഒരു എക്കാലത്തെയും ഒരു ആഗ്രഹം അഭിലാഷമായിരുന്നു ആ ഭാഗത്തുള്ള ആളുകൾക്ക് ഒരു പൊതു ഇടം, പൊതു ഗ്രൗണ്ട് ഇല്ല എന്നുള്ളത്. ആ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി 5 വർഷം മുമ്പ് നമ്മൾ മുൻകൈ എടുത്തുകൊണ്ട് അവിടെ സ്ഥലമെടുത്ത് ഒരു പൊതു ഗ്രൗണ്ട് പൊറ്റശ്ശേരി നിർമ്മിച്ചു. പഞ്ചാബ് ഭാഗത്ത് ഇസ്ലാഹി അസോസിയേഷൻ്റെ സ്ഥലം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവിടെ ഒരു പൊതു ഗ്രൗണ്ട് സ്ഥാപിച്ചു. ഇങ്ങനെ പൊതു ഇടങ്ങൾ ഉണ്ടാവുക എന്നത് നമ്മുടെ ഒരു സങ്കല്പികമായ സംഗതിയാണ്. ആ മാർഗത്തിൽ നമ്മൾ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെയൊക്കെ ഒരു സ്വപ്ന പദ്ധതി ഒരുപക്ഷെ കേരളത്തിൽ കനോലി കനാലിനെ പറ്റിയൊക്കെ പറയുന്ന പോലെ ചേന്നമംഗല്ലൂരിലെ കനോലി കനാലായിരുന്നു പുൽപ്പറമ്പിൽ നിന്ന് വട്ടോളിപ്പറമ്പിലേക്കുള്ള കനാൽ എന്ന് പറയുന്നത്. അതിനെപ്പറ്റി ഷെഫീഖ് സാഹിബിന് എന്താ പറയാനുള്ളത്? നിങ്ങൾ ഒരുപാട് പണിയെടുത്തിട്ടുണ്ടെന്ന് നമുക്കൊക്കെ അറിയാം. എന്താണ് അതൊന്ന് പറഞ്ഞുതരുമോ? പുൽപ്പറമ്പ് ഇരുവഞ്ഞിപ്പുഴയിൽ നിന്ന് വട്ടോളിപ്പറമ്പ് വരെ ഒരു പൊതു തോട്, ഒരു കനാൽ നിലവിലുണ്ട്. ഈ ഉണ്ട് എന്നുള്ളത് നമുക്കൊരറിവ് മാത്രമായിരുന്നു. ഞാൻ കൗൺസിലറായ സമയത്ത് ഗഫൂർ മാസ്റ്റർ ഉൾപ്പെടെയുള്ള ആളുകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആ തോടിൻ്റെ സർവേ നമ്മൾ നടത്തി. ടൗൺ പ്ലാനിംഗ് സർവേയർമാരെ കൊണ്ടുവന്ന് 3.5 ലക്ഷം രൂപ നാട്ടിൽ നിന്ന് പിരിച്ചെടുത്ത്, അതിലും നേരത്തെ പറഞ്ഞ പ്രവാസികളുടെയൊക്കെ പങ്ക് നമ്മൾ പരാമർശിച്ചേ പറ്റും. പ്രവാസികളുടെ പണവും നാട്ടിലെ സുഹൃത്തുക്കളെയൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അതിൻ്റെ സർവേ നടപടി പൂർത്തിയായി. ആ തോടിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് 8 മീറ്റർ മുതൽ 25 മീറ്റർ വരെ വീതിയുള്ള 6 കിലോമീറ്റർ നീളമുള്ള ഒരു തോടാണത്. ആ തോടിൻ്റെ സർവേ നടപടി പൂർത്തിയാക്കി എന്ന് മാത്രമല്ല, നമ്മൾ അന്നത്തെ MLA ബഹുമാനപ്പെട്ട ജോർജ് തോമസ് MLA സ്ഥലം കൊണ്ടുവന്ന് കാണിച്ചു. പ്രൊജക്റ്റ് റിപ്പോർട്ടാക്കി അവർക്ക് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കോപ്പി മുനിസിപ്പാലിറ്റിയിൽ സബ്മിറ്റ് ചെയ്തു. നമുക്ക് 6 കോടി രൂപയുടെ ഒരു പ്രൊജക്റ്റാണ് നമ്മൾ തയ്യാറാക്കിയിരുന്നത്. പക്ഷേ സർക്കാരുകൾ മാറി വന്നു എന്നതിലപ്പുറം ആരും ആ ഒരു പ്രൊജക്റ്റിനെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. നാട്ടുകാരുടെ പണം സർവേക്കും മറ്റും ഉപയോഗപ്പെടുത്തി നമ്മളിപ്പോഴും ആ ഒരു പ്രൊജക്റ്റ് യാഥാർത്ഥ്യമാവും എന്ന രീതിയിൽ കാത്തിരിക്കുകയാണ്. അപ്പോൾ ആ ഇറിഗേഷൻ പ്രൊജക്റ്റോ നിങ്ങൾ അതിനെപ്പറ്റി പറഞ്ഞിട്ടില്ല? ആ ഇറിഗേഷൻ പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട് നമ്മൾ ആ കാലഘട്ടത്തിൽ നമ്മുടെ ഈ തോട് സർവേയുമായി ബന്ധപ്പെട്ട ഡോക്യുമെൻറ്റും അതിൻ്റെ പ്രൊപ്പോസലും പ്രൊജക്റ്റുമായി നമ്മൾ വ്യത്യസ്ത ഏജൻസികളെയും സർക്കാരിനെയൊക്കെ നിരന്തരം ബന്ധപ്പെട്ടിരിക്കുന്ന സമയത്താണ് ഒരു ഇറിഗേഷൻ എഞ്ചിനീയർ മുഖേന നമുക്കൊരു കേന്ദ്ര ഫണ്ട് ലഭിക്കും എന്ന വിവരം എനിക്ക് കിട്ടുന്നത്. ഞാൻ ഗഫൂർ മാഷയും കൂട്ടി ഈ വിഷയം അന്നത്തെ മുനിസിപ്പൽ ചെയർമാൻ കുഞ്ഞമ്മാഷും അന്നത്തെ മുനിസിപ്പൽ സെക്രട്ടറി NK ഹരീഷ് സാറുമൊക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് ആ ഫണ്ട് ചേന്നമംഗലൂരിലെ ഈ തോടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള സംവിധാനങ്ങൾ ഒരുക്കി. അങ്ങനെ അന്നത്തെ കൗൺസിലിൽ ഞങ്ങൾ പ്രമേയം കൊണ്ടുവന്നു. ആ പ്രമേയം അവതരിപ്പിക്കുന്നത് ഞാനായിരുന്നു. അതിനെ പിന്തുണയ്ക്കുന്നത് ഗഫൂർ മാഷായിരുന്നു. 2018 ആ പ്രമേയം കൊണ്ടുവരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഫണ്ട് 52 ലക്ഷം രൂപ വരുന്ന ആ ഫണ്ട് നമുക്ക് അനുവദിച്ച് കിട്ടുകയും അതിൻ്റെ ഭരണാനുമതി ആ കാലത്ത് നമ്മൾ വാങ്ങുകയും ചെയ്തു. അപ്പോൾ ഈ ഒരു ഫണ്ട് ഇന്ന് നമ്മൾ നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ വായിക്കുന്നത് ഇന്നത്തെ പുതിയ കൗൺസിലറുടെ 21 കൗൺസിലറുടെ ശ്രമഫലമായിട്ട് ഇങ്ങനെ ഒരു ഫണ്ട് കിട്ടിയെന്നാണ്. ഇത് യഥാർത്ഥത്തിൽ കേന്ദ്ര ഫണ്ട് കൂടിയാണ്. അപ്പോൾ കേന്ദ്ര ഫണ്ട് കൗൺസിലർമാർ വെൽഫെയർ പാർട്ടി കൗൺസിലർമാർക്ക് കേന്ദ്ര ഫണ്ട് കിട്ടില്ല എന്ന് പറയുന്ന ഒരു ആരോപണം കൂടിയാണ്. അതിനുള്ള ഏറ്റവും ഉചിതമായൊരു മറുപടി കൂടിയാണ് ഈ 52 ലക്ഷം. 34ഓളം കൗൺസിലർമാരുള്ള ഒരു മുനിസിപ്പാലിറ്റിയിൽ ഒരു വ്യക്തിഗതമായൊരു കഴിവ് ഇങ്ങനത്തെ പദ്ധതികളൊക്കെ നേടിയെടുക്കുന്നതിൽ പങ്ക് വഹിക്കുക ശരിക്കും, അല്ലെങ്കിൽ എല്ലാവർക്കും ഫണ്ട് ഇങ്ങനെ ഈക്വലായി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യലാണോ? നമ്മുടെ കഴിവ് ഇതിൽ എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ്? അപ്പം ഈ 34 പേർക്ക് ഒരുപോലെ ഫണ്ട് വിതരണം ചെയ്യുന്നൊരു ഏജൻസി അല്ല മുക്കം മുനിസിപ്പാലിറ്റി. നമ്മൾ കൗൺസിലർമാരുടെ കഴിവും കപ്പാസിറ്റിയും അനുസരിച്ച് അവരുടെ വികസന കാഴ്ചപ്പാടൊക്കെ അനുസരിച്ച് നമ്മൾ പുതിയ ഫണ്ടുകൾ കണ്ടെത്തുകയാണ് വേണ്ടത്. മുനിസിപ്പാലിറ്റിയിൽ നിന്ന് കിട്ടുന്ന ഫണ്ട് വാങ്ങിക്കൊണ്ടുവരിക എന്ന പോസ്റ്റ്മാൻ്റെ പണിയല്ല കൗൺസിലർക്ക് ഉണ്ടാണ്ട്. അതിൻ്റെ അപ്പുറം നമ്മുടെ പ്രദേശത്തിൻ്റെ പ്രശ്നങ്ങൾ നേരത്തെ പഠിക്കുകയും അത് പരിഹരിക്കാൻ ആവശ്യമായ ഫണ്ട്. ഒരു ഉദാഹരണം ഞാൻ പറയാം. ഞാൻ കൗൺസിലറായി കയറുന്ന ആ കാലഘട്ടത്തിൽ ഞങ്ങൾ മംഗലശ്ശേരി ഭാഗത്തുണ്ടായിരുന്ന 60ഓളം മഞ്ഞപ്പിത്ത കേസുകളുണ്ടായിരുന്നു.
ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റുകാർ അവിടുന്ന് കയറി ഇറങ്ങി ക്ലോറിനും ക്ലോറക്സുമായി നടക്കുന്ന ഒരു കാലം. ആ സമയത്ത് ആ പ്രശ്നം നമ്മൾ പഠിച്ചു, വിദഗ്ധരെ ഉപയോഗപ്പെടുത്തി പ്രശ്നം പഠിച്ചപ്പോൾ മംഗലശ്ശേരി ഭാഗത്ത് 10 സെൻറ്റിൽ ജീവിക്കുന്ന ആളുകളുടെ കിണറും എന്താണ് ടോയ്ലറ്റിൻ്റെ പിറ്റ് കുഴിയും തമ്മിലുള്ള ലിങ്കിൻ്റെ പ്രശ്നം വന്നു. അപ്പോൾ ഇതാണ് ആ പ്രശ്നം എന്ന് പഠിക്കുകയും നമ്മൾ ആ പ്രശ്നം അഡ്രസ്സ് ചെയ്തു. അന്നത്തെ സെക്രട്ടറിയുമായി സംസാരിച്ചപ്പോൾ സെക്രട്ടറി പറഞ്ഞു എല്ലാ സിംഗിൾ പിറ്റും സെപ്റ്റിക് ടാങ്കാക്കി മാറ്റാനുള്ള പ്രൊജക്റ്റ് സർക്കാരിൻ്റെ അടുത്തുണ്ട്, പക്ഷേ കുറഞ്ഞ ഫണ്ടേ ലഭിക്കുള്ളൂ. നമുക്കൊരു പ്രൊജക്റ്റിന് 30-35 ഒരു വീട്ടിലേക്ക് ചിലവാകുമെങ്കിൽ ഒരു 14,500 അന്ന് അവിടെ നിന്ന് കിട്ടിയത്. ആ 14,500 നമ്മൾ വാങ്ങി. നമ്മൾ 20ഓളം ആളുകളുടെ വീടുകളിൽ ഈ പ്രശ്നം ഉണ്ടായിരുന്നു. അവർ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ലഭ്യമായ 14,500 പെർ ഹെഡ് വാങ്ങി. പുറമെ നമ്മളെന്ത് ചെയ്തു, പുറത്തുള്ള ഫണ്ട് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ബാംഗ്ലൂരൊക്കെ ഉള്ള വ്യത്യസ്ത ഏജൻസ് സന്നദ്ധ സംഘടനകൾക്ക് ബന്ധപ്പെട്ടുകൊണ്ട് ഈ പ്രശ്നം അവരെ മുമ്പിൽ വെക്കുകയും പ്രൊജക്റ്റ് അവതരിപ്പിക്കുകയും അവർ നമ്മളെ പ്രൊജക്റ്റ് അംഗീകരിച്ചിട്ടാണ് മംഗലശ്ശേരി ഭാഗത്തുള്ള എല്ലാ സിംഗിൾ പിറ്റും സെപ്റ്റിക് പിറ്റാക്കി മാറ്റുന്നത്. അതിനുശേഷം അങ്ങനെ ഒരു മഞ്ഞപ്പിത്ത കേസ് അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ കാര്യങ്ങളെ നമ്മൾ ആ രീതിയിൽ സമീപിക്കാനുള്ള കപ്പാസിറ്റി കൗൺസിലർമാർക്ക് ഉണ്ടാകണം എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. നാടിൻ്റെ പൊതുവായ വികസനം എന്ന രീതിയിൽ നമ്മളെ പഴയ കൗൺസിലർമാർ മുഴുവനും ഇപ്പോൾ നിലവിലുള്ള കൗൺസിലർമാരൊക്കെ വ്യത്യസ്ത പദ്ധതികൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ പറശ്ശേരിക്കുന്ന് കുടിവെള്ള പദ്ധതി നമ്മളെ സാറാ കൂടാരം മുൻകൈ എടുത്തുകൊണ്ട് സ്വകാര്യ ഏജൻസികളെ സമീപിച്ചുകൊണ്ടാണ് ആ പ്രദേശത്തിൻ്റെ കുടിവെള്ള പ്രശ്നം പരിഹരിച്ചത്. അതുപോലെ ആ പ്രദേശത്തുള്ള ഒരുപാട് വിഷയങ്ങളിൽ വീടുമായി ബന്ധപ്പെട്ട ഒരുപാട് വിഷയങ്ങളിൽ റോഡുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ സാറാ കൂടാരം വളരെ വലിയ മുന്നേറ്റം നടത്തിയിട്ടുണ്ട്. അപ്പോൾ ചേന്നമല്ലൂർ അങ്ങാടിയുടെ സൗന്ദര്യവൽക്കരണവുമായി ബന്ധപ്പെട്ട വിഷയം, ചേന്നമല്ലൂർ അങ്ങാടിയുടെ ഓട്ടോ സ്റ്റാൻഡുമായി ബന്ധപ്പെട്ട ഭാഗം ഹൈസ്കൂളോടുമായി ബന്ധപ്പെട്ട ഗഫൂർ മാസ്റ്ററുടെ സാന്നിധ്യത്തിലാണ് അവിടെ ഇൻ്റർലോക്ക് പതിച്ച് വിശാലമാക്കി വൃത്തിയാക്കി ഐറിഷോട് കൂടിയുള്ള സംവിധാനം ഗഫൂർ മാസ്റ്റർ നേതൃത്വത്തിൽ നടന്നതാണ്. ഗഫൂർ മാസ്റ്റർ വ്യത്യസ്ത പ്രവർത്തനങ്ങൾ, കുടിവെള്ള പദ്ധതി, ചെറുകുന്നത്ത് കുടിവെള്ള പദ്ധതി, കടാമ്പള്ളി ഭാഗത്ത് ഉള്ള കുടിവെള്ള പ്രശ്നം, കറുത്തടുത്ത് ഭാഗത്തുള്ള കുടിവെള്ള പ്രശ്നം, ഇതൊക്കെ ഗഫൂർ മാഷ് അഡ്രസ്സ് ചെയ്ത വ്യത്യസ്ത സംവിധാനങ്ങളാണ്. നമ്മൾ സാറാ കൂടാരം കൗൺസിലർ ഒരുപാട് കാര്യങ്ങളിൽ ആ പ്രദേശത്തെ ഏറ്റവും കുറ്റമറ്റ രീതിയിൽ കൊണ്ടുവന്നു എന്നുള്ളതാണ്. ആളുകളുടെ ആ പ്രദേശത്ത് ഞാനിപ്പോൾ ആ സാറാ കൂടാരത്തിൻ്റെ വാർഡിൻ്റെ ഒരു പോർഷന് മംഗലശ്ശേരി വാർഡിലാണ്. ആ ഭാഗത്ത് വോട്ട് ചോദിക്കാൻ പോകുമ്പോൾ വല്ലാത്തൊരു അനുഭവമാണ് ആ കൗൺസിലറുമായി ബന്ധപ്പെട്ടുള്ളത്. ആ ഒരുപാട് പ്രവർത്തനങ്ങൾ, ആ ഉന്നതിയിലേക്ക് മാറ്റുപുറം ഉന്നതിയിലേക്കുള്ള റോഡ്, അത് ആ ഭാഗത്തുള്ളവർക്കൊരു പ്രയാസമുള്ള സംഗതിയായിരുന്നു. അവിടെ കൈവരി ഉൾപ്പെടെ നിർമ്മിച്ച് വീതി കൂട്ടിയിട്ട് ഏറ്റവും സുന്ദരമായ അവസ്ഥയിലേക്ക് അത് മാറ്റിയിട്ടുണ്ട്. പറശ്ശേരിക്കുന്ന് കുടിവെള്ള പദ്ധതി, ആ ഭാഗത്ത് 6 മാസം വെള്ളം കിട്ടാത്ത കുടുംബങ്ങളാണ്. അവിടെ നമ്മൾ സന്ദർശിക്കുമ്പോൾ ഇപ്പോൾ അവർ ഭയങ്കര സന്തോഷത്തിലുള്ളത്. ആ കുടിവെള്ള പദ്ധതി സാറാ കൂടാരം മുൻകൈ എടുത്തുകൊണ്ട് കൊണ്ടുവന്ന അത് സർക്കാർ ഫണ്ടല്ല, വ്യക്തികളെ സമീപിച്ചുകൊണ്ട് ഏജൻസികളെ സമീപിച്ചുകൊണ്ടുള്ളതാണ്. സർക്കാരിൻ്റെ കുടിവെള്ള പദ്ധതി കൊണ്ടുവരാൻ ഒരുപാട് കാലത്തെ കാത്തിരിപ്പാണ്. അത് നമ്മുടെ പ്രദേശത്ത് മാത്രമല്ല, ഈ ചേന്നമംഗലൂർ പ്രദേശത്തല്ലാതെയും കൗൺസിലർമാരും വാർഡുകളൊക്കെ ഉണ്ട്. ആ പ്രദേശത്തൊക്കെ ഉള്ള കുടിവെള്ള പ്രശ്നം ഇപ്പോഴും പരിഹരിക്കാത്തതായിട്ടുണ്ട്. റോഡുകളും തോടുകളും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ താരതമ്യേന നമ്മളെ വാർഡുകൾ മുക്കം മുനിസിപ്പാലിറ്റിയിലെ മറ്റു വാർഡുകളെ അപേക്ഷിച്ച് എത്രയോ ഉയർന്ന വികസന പ്രവർത്തനങ്ങൾ നേതൃത്വം കൊടുത്തിട്ടുണ്ട്. പറശ്ശേരി കുടിവെള്ള പദ്ധതി 35 കുടുംബങ്ങളാണ് ഇപ്പോൾ അതിൻ്റെ പ്രാഥമിക ഗുണഭോക്താക്കൾ. എന്നാൽ കണക്ക് പറമ്പ് കുടിവെള്ള പദ്ധതി 40-ലും അധികം ഗുണഭോക്താക്കൾ. അതിനപ്പുറം അവിടുത്തെ ചേന്നമംഗലൂർ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾക്ക് കൂടി അതിൻ്റെ ഫലം ലഭ്യമായി കൊണ്ടിരിക്കുകയാണ്. ഓരോ ഇലക്ഷൻ ചേന്നമംഗലൂർ വരുമ്പോഴും കേൾക്കുന്നതാണ് പോളി പട്ടയം എന്നുള്ളത്. ഈ മുഖ്യധാര രാഷ്ട്രീയക്കാരാണ് ഈ വിഷയത്തെ നിരന്തരം ചർച്ചയ്ക്ക് വെക്കുന്നത്. അതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താ? യഥാർത്ഥത്തിൽ ആ വിഷയത്തെ ഇവർ അഡ്രസ്സ് ചെയ്തോടത്ത് തന്നെ അതിന് പേവുണ്ട്. 42 വർഷമായി ഒരു പ്രദേശത്ത് ജീവിക്കുന്ന മനുഷ്യന്മാർ, നമ്മളെപ്പോലുള്ള മനുഷ്യന്മാർക്ക് അവർക്ക് അവിടെയുള്ള രേഖ പട്ടയം കൊടുക്കുക എന്നതായിരുന്നു യഥാർത്ഥത്തിൽ നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ട വിഷയം. അതിന് പകരം അന്നത്തെ UDF സർക്കാർ കൊണ്ടുവന്ന എന്താ, അവിടെ ഒരു പോളിടെക്നിക് എന്ന പ്രൊജക്റ്റാണ്, ഒരു പാലവും പോളിടെക്നിക് എന്ന പ്രൊജക്റ്റാണ് കൊണ്ടുവന്നത്. ഈ അവിടെയുള്ള ആളുകൾക്ക്, നിവാസികൾക്ക് പട്ടയം കൊടുക്കുക എന്നതിന് പകരം പ്രൊജക്റ്റ് കൊണ്ടുവരികയും മൊത്തം സർക്കാർ ഭൂമിയാണ് എന്ന് പറഞ്ഞ് ഭീതിപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു അന്തരീക്ഷമാണ് ആദ്യം സൃഷ്ടിച്ചത്. ആ വിഷയത്തിൽ നമ്മളെ കാഴ്ചപ്പാട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെയുള്ള താമസക്കാർ 62ഓളം വരുന്ന താമസക്കാർക്ക് പട്ടയം നൽകണം. ഇനി എങ്കിലും ഒന്നാമതായി പട്ടയം നൽകണം. അതോടൊപ്പം പട്ടയത്തിന് അർഹതയുള്ളൊരു വിഭാഗം കൂടി ഉണ്ട് അവിടെ. അതോടൊപ്പം താമസക്കാർക്ക് പട്ടയം നൽകുന്നതോടൊപ്പം തന്നെ ആ പ്രദേശത്ത് 10-40 വർഷമായി ഭൂമി കൈവശം വെക്കുകയും അതിൽ കൃഷി ചെയ്യുകയും ചെയ്യുന്ന ആളുകൾക്ക്, അർഹരായ ആളുകൾക്ക് കൂടി പട്ടയം നൽകേണ്ടതുണ്ട്.
ഭൂമിയുടെ അവകാശികൾക്ക് അല്ലെങ്കിൽ ഭൂമിയുള്ളവർക്ക് പട്ടയം നൽകുന്നതിന് പകരം അവിടെ പോളിടെക്നിക്ക്, പൊതു ശ്മശാനം എന്നൊക്കെ പറഞ്ഞ് പുതിയ പ്രോജക്റ്റുകൾ കൊണ്ടുവരികയും ഈ ആളുകളെ അവിടെ നിന്ന് ആട്ടിയോടിക്കാനുള്ള ശ്രമം നടത്തുകയും ചെയ്യുക എന്നുള്ള ഒരു രാഷ്ട്രീയ കുബുദ്ധിയാണ് ആ വിഷയത്തിൽ അന്നേ വന്ന് പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ രണ്ടാമത് ഈ ചർച്ച കൊണ്ടുവരുന്ന LDF ആണ്. പട്ടയം ഇതാ എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ സാധാരണ മനുഷ്യന്മാരെ പ്രകടനം നടത്തിക്കുകയും അതിൽ ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ നേതാക്കളൊക്കെ മുന്നിൽ നിൽക്കുകയൊക്കെ ചെയ്യുന്ന ഒരു പരിഹാസ്യമായ കാഴ്ച വരെ നമ്മൾ നാട്ടുകാർ കണ്ടു. ഓരോ ഇലക്ഷൻ സമയത്തും ഇങ്ങനെ പട്ടയത്തിൻ്റെ ഒരു വണ്ടി വരികയും അവിടുത്തെ സാധുക്കളൊക്കെ രംഗത്തിറക്കുകയും ചെയ്യുന്ന ഒരു രീതിയുണ്ട്. യഥാർത്ഥത്തിൽ ഈ രാഷ്ട്രീയക്കാർ പട്ടയം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒരൊറ്റ സർക്കാർ ഓർഡർ കൊണ്ട് അവിടുത്തെ നിവാസികൾക്ക് പട്ടയം കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അവിടെയുള്ള ആളുകൾക്ക്, നിവാസികൾക്ക് പട്ടയം കൊടുക്കുക എന്നതിന് പകരം ഈ ചേന്നമല്ലൂരിലെ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടി ചെയ്തത് ആ സ്ഥലം പിടിച്ചെടുത്ത് 3 സെൻറ്റ് കോളനിയാക്കിയിട്ട് സ്ഥലം വിതരണം ചെയ്യണം എന്ന പ്രപ്പോസലാണ് നിർദ്ദേശം. അതിൻ്റെ രേഖ ഞങ്ങളുടെ കയ്യിലുണ്ട്. 10 സെൻറ്റിൽ താമസിക്കുന്ന ആളുകൾക്ക് പട്ടയം കൊടുക്കുന്നതിന് പകരം കുറച്ച് ആളുകൾക്ക് പട്ടയവും ബാക്കിയുള്ള ഭൂമി പിടിച്ചെടുത്തിട്ട് 3 സെൻറ്റ് കോളനിയാക്കുക, പൊതു ശ്മശാനം കൊണ്ടുവരിക, ബാക്കിയുള്ള സ്ഥലത്ത് പാലവും പോളിടെക്നിക് കൊണ്ടുവരിക. ഈ വെള്ളം വരുന്ന പ്രദേശത്ത് പോളിടെക്നിക്ക് യാഥാർത്ഥ്യമാക്കാൻ പ്രയാസമുണ്ടാകും എന്ന് പറഞ്ഞ വിഭാഗത്തെ വികസന വിരോധികളാക്കി ചിത്രീകരിക്കുക ചെയ്ത്. പക്ഷേ ആ വിഭാഗം ഒരു പ്രപ്പോസൽ വെച്ചു. മുത്താപ്പിൽ 5 ഏക്കർ ഭൂമി, ഇസ്ലായിയുടെ അധീനതയിലുള്ള 5 ഏക്കർ ഭൂമിയിൽ പോളിടെക്നിക് സ്ഥാപിക്കുകയും ഈ പ്രദേശത്തുള്ളവർക്ക് പട്ടയം കൊടുക്കുകയും ചെയ്യൂ എന്ന് നമ്മൾ മംഗലശ്ശേരിയിൽ ഈ പോളിടെക്നിക് പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് എതിർ ശബ്ദമുണ്ടാകാനുള്ള ഒന്നാമത്തെ കാരണം അവിടുത്തെ പൊതു ഗ്രൗണ്ടാണ്. മുക്കം മുനിസിപ്പാലിറ്റിയിൽ ഈ 5 or 6 ഡിവിഷനുകളിലുള്ള ഒരേ ഒരു പൊതു ഗ്രൗണ്ടാണ് മംഗലശ്ശേരി ഗ്രൗണ്ട്. ആ ഗ്രൗണ്ടിൻ്റെ നടുഭാഗം ഉൾപ്പെടെ അത് നഷ്ടപ്പെടുത്തിക്കൊണ്ടാണ് പാലത്തിൻ്റെയും പോളിടെക്നിക്കിൻ്റെയും ഒക്കെ പ്രപ്പോസൽ വരുന്നത്. ആ ഗ്രൗണ്ട് സംരക്ഷിക്കുക എന്നുള്ള പണിയാണ് നമ്മളെടുത്തത്. ആ ഗ്രൗണ്ട് സംരക്ഷിക്കുക മാത്രമല്ല, ആ ഗ്രൗണ്ടിലേക്ക് കൂടുതൽ സ്ഥലമെടുത്ത് ഗ്രൗണ്ട് വിശാലമാക്കി, ഗ്രൗണ്ടിന് ഡ്രൈനേജ് ഉണ്ടാക്കി, ആ ഗ്രൗണ്ടിന് ഗാലറി ഉണ്ടാക്കി, അടുത്ത വർഷവും കൂടി നമ്മൾ ഫണ്ട് വെച്ചിട്ടുണ്ട് അത് മുഴുവനാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഗ്രൗണ്ട് സംരക്ഷിക്കുക, അവിടുത്തെ നിവാസികളുടെ ഭൂമി സംരക്ഷിക്കുക എന്ന രാഷ്ട്രീയമാണ് നമ്മൾ മുന്നോട്ട് വെച്ചത്. പകരം പോളിടെക്നിക് എന്ന് പറഞ്ഞ ഒരാശയം, അത് നമുക്ക് ആവശ്യമായ ഒരു സംഗതിക്ക് ബദൽ സംവിധാനം ഏർപ്പാടാക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ മുക്കം മുനിസിപ്പാലിറ്റിയിലെ തന്നെ വളരെ പ്രധാനപ്പെട്ട റോഡാണ് കുറ്റിപ്പാല ചേന്നമംഗലൂർ പുൽപ്പറമ്പ് റോഡ്. പുൽപ്പറമ്പ് ആ റോഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു രാഷ്ട്രീയ പ്രക്ഷുബ്ധത തന്നെ ഉണ്ടായിരുന്നു. അതിനെപ്പറ്റി ഒന്ന് പറയൂ. മുക്കം കുറ്റിപ്പാല ചേന്നമല്ലൂർ റോഡ് യഥാർത്ഥത്തിൽ ചേന്നമല്ലൂർ നിവാസികളെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രധാനപ്പെട്ട റോഡാണ്. ചേന്നമല്ലൂരിലുള്ള ഈ 2000-ഓളം വരുന്ന കുടുംബങ്ങൾക്ക് മുക്കത്തേക്കും മറ്റു ജില്ലകളിലൊക്കെ എത്താൻ നമ്മൾ പ്രാഥമികമായി ഉപയോഗിക്കുന്ന റോഡാണിത്. അതിന് ആവശ്യമായ ഫണ്ട് വകയിരുത്താൻ MPക്കോ MLAക്കോ സാധിച്ചിട്ടില്ല. നാമമാത്രമായ, കൃത്യമായി പറഞ്ഞാൽ 2 കോടി രൂപയുടെ ഒരു ഫണ്ടാണ് അതിൻ്റെ നവീകരണത്തിന് ബഹുമാനപ്പെട്ട MLA വകയിരുത്തിയത്. അത് ഡ്രൈനേജ് സംവിധാനങ്ങളോ വെള്ളപ്പൊക്ക ദുരിത ഭാഗങ്ങളിൽ കെട്ടിയുയർത്തുന്നതിനോ ഒന്നും പര്യാപ്തമല്ലാത്ത അവസ്ഥ ഉണ്ടായി. നമ്മൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചേന്നമല്ലൂരിലെ പ്രദേശത്തുള്ള മുഴുവൻ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെയും സ്വരൂപിച്ച് മുക്കം മുനിസിപ്പാലിറ്റി ചെയർമാനെയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെയും MLA ഒക്കെ പലതവണ കണ്ട് അതിൽ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിച്ച് മുനിസിപ്പാലിറ്റിയുടെ 80 ലക്ഷം രൂപ കൂടി വകയിരുത്തിയിട്ടാണ് ഇന്നുള്ള രീതിയിൽ താരതമ്യേന ഉപയോഗിക്കാൻ പറ്റിയ രീതിയിലേക്ക് ആ റോഡ് ഡെവലപ്പായി വന്നത്. ഇപ്പോഴും അതിനൊരുപാട് പോരായ്മകളുണ്ട്. ഇനിയും അതിനാവശ്യമായ ഫണ്ട് വെക്കേണ്ടതുണ്ട്. അടുത്ത 5 വർഷത്തേക്ക് വ്യത്യസ്ത പദ്ധതികളാണ് നമ്മൾ രൂപം നൽകുന്നത്. ഒന്ന്, യുവ സംരംഭകർ. നാട്ടിലൊരുപാട് യുവ സംരംഭങ്ങൾ വളർന്നു വരുന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ആളുകളെ നമ്മൾ അവർക്കാവശ്യമായ പരിശീലനവും സാമ്പത്തിക സഹായം ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഒരുക്കും. സ്ത്രീകളുടെ ഭാഗത്തുനിന്ന് പുതിയ ബിസിനസ് സംരംഭങ്ങൾ വന്നിട്ട് അവരെ തിരഞ്ഞുപിടിച്ച് അവർക്ക് വേണ്ട സൗകര്യങ്ങൾ, അവർക്ക് വേണ്ട പരിശീലനങ്ങളൊക്കെ സംഘടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. വിദേശത്തെ യൂണിവേഴ്സിറ്റികളിൽ, സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന 100-ലധികം വിദ്യാർത്ഥികൾ നമ്മുടെ പ്രദേശത്തുണ്ട്. ഇത് നമ്മുടെ പ്രദേശത്തിൻ്റെ മാത്രം പ്രത്യേകതയാണ്. അത്തരം ആളുകൾക്ക് ഉയർന്ന് പഠിക്കുന്നതിന് അവർക്ക് അവരുടെ പുതിയ അക്കാദമിക മേഖലകൾ തുറക്കുന്നതിനൊക്കെ ആവശ്യമായ നിർദ്ദേശങ്ങളും ഗൈഡൻസ് നൽകാനുള്ള പദ്ധതികളുണ്ട്. വിദ്യാസമ്പന്നരായ യുവാക്കൾക്ക് ഇൻറ്റേൺഷിപ്പ് നൽകാനുള്ള സംരംഭം 100 പേർക്കെങ്കിലും ഈ വർഷം അതിനുള്ള അവസരം സൃഷ്ടിക്കാനുള്ള പദ്ധതികളും ആവിഷ്കരിച്ചിട്ടുണ്ട്. ചേന്നമംഗലൂർ മംഗലശ്ശേരി റോഡ് ഉയർത്തുക എന്നത് ഈ പ്രദേശത്ത് നമ്മുടെ നാടിൻ്റെ ഒരു അടിസ്ഥാന ആവശ്യമാണ്. പല രീതിയിലുള്ള ശ്രമങ്ങൾ നമ്മൾ MLAയും MPയും ഒക്കെ മുഖേന നടത്തിയെങ്കിലും ഇന്ന് വരെ അത് യാഥാർത്ഥ്യമായിട്ടില്ല. അടുത്ത 5 വർഷത്തിനിടക്ക് നമുക്ക് ആ വിഷയം പൂർണ്ണമായി പരിഹരിക്കേണ്ടതുണ്ട്. കേവലമായി ഉയർത്തുക എന്നതിലപ്പുറം പരമാവധി വീതി കൂട്ടുകയും
ആവശ്യമായ വീതിയുള്ള ടാറിങ് പൂർത്തീകരിക്കുകയും നടപ്പാതകൾ സൃഷ്ടിക്കുകയും ഇരിക്കാനുള്ള ബെഞ്ചും സൗകര്യങ്ങളും സൗന്ദര്യവൽക്കരണം ഉൾപ്പെടെ സ്ത്രീകൾക്കും കുട്ടികൾക്കും വയോജനങ്ങൾക്കുമൊക്കെ പ്രകൃതി ആസ്വദിക്കാൻ പറ്റിയ ഒരു ഇടം കൂടിയാക്കി ആ റോഡിനെ ഉയർത്തുക എന്നത് നമ്മൾ തീരുമാനിച്ചൊരു വിഷയമാണ്. വെൽഫെയർ പാർട്ടി കൗൺസിലർമാരുള്ള വാർഡുകളിൽ ഫണ്ട് ലഭ്യമല്ല എന്നും മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളുള്ള വാർഡുകളിൽ കൂടുതൽ ഫണ്ട് ലഭിക്കുന്നു എന്ന രീതിയിലൊരു വ്യാജ പ്രചരണം നാട്ടിൽ നടക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഈ ചേന്നമല്ലൂരിലെ നിവാസികൾ, നമ്മുടെ പ്രബുദ്ധരായ വോട്ടർമാർ പരിശോധിക്കണം. നമ്മൾ 5 വാർഡുകൾ നമ്മുടെ പ്രദേശത്തുണ്ട്. 22, 21 ഇത് മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളുള്ള 2 വാർഡുകളാണ്. എന്താണ് ഈ 2 വാർഡുകളിൽ പുറത്തുള്ള 18, 19, 20 കൂടുതലായി നടന്നത്? എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും, ഈ 18, 19, 20 നടന്നതുപോലും കോൺഗ്രസിൻ്റെ പ്രതിനിധിയുള്ള 22 നടന്നിട്ടില്ല. 4,28,00,000 രൂപയുടെ വികസനമാണ് 3 വാർഡിൽ നടന്നത്. 22 88 ലക്ഷം രൂപയുടെ വികസനവും മറ്റോ നടന്നതായിട്ടാണ് അവർ തന്നെ അവകാശപ്പെടുന്നുള്ളൂ. 21 കൗൺസിലർ കാര്യമായി എന്തോ അധികം ചെയ്തു എന്നൊരു വാട്സപ്പ് പ്രചരണം കാര്യമായി നടക്കുന്നുണ്ട്. ഒരേ കളവ് 1000 പ്രാവശ്യം ആവർത്തിക്കുന്ന രീതിയിലാണ് ഇന്ന് നമ്മളത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചതിൽ ഒരു കാര്യം നേരത്തെ വ്യക്തമാക്കി. 52 ലക്ഷം കഴിഞ്ഞ ഭരണസമിതി പാസ്സാക്കിയെടുത്ത് AS ലഭിച്ച പദ്ധതിയാണ്. പിന്നീട് ഒരിക്കൽ CPIMൻ്റെ ബ്രാഞ്ച് കമ്മിറ്റിയോ മറ്റോ ആവശ്യപ്പെട്ട 30 ലക്ഷം രൂപയുടെ റോഡ് വർക്കാണ് പിന്നെ 21 വാർഡ് കൗൺസിലറുടെ അക്കൗണ്ടിലൂടെ പ്രചരിപ്പിക്കുന്നത്. ഏറ്റവും അവസാനം അവിടെ വന്ന അംഗനവാടി ഫണ്ട് മുനിസിപ്പാലിറ്റി പൊതു ഫണ്ടിൽ നിന്ന് പൊതുവായി അനുവദിക്കുന്ന ഫണ്ടാണ്. ഇതൊക്കെ കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1 കോടിയിൽ താഴെ ഫണ്ടാണ് ഈ മുഖ്യധാര എന്നൊക്കെ അവകാശപ്പെട്ട് വലിയ രീതിയിൽ പുറപ്പെടേണ്ട നടത്തുന്ന 21 വാർഡ് കൗൺസിലറുടെ വാർഡിലും നടപ്പാക്കിയത്. മംഗലശ്ശേരിയുടെ ഗ്രൗണ്ടുമായി ബന്ധപ്പെട്ട നമ്മുടെ സ്വപ്നമാണ് സ്പോർട്സ് കോംപ്ലക്സ് എന്നത്. അത് വർഷങ്ങൾ കൊണ്ട് നമ്മൾ യാഥാർത്ഥ്യമാക്കേണ്ട നമ്മുടെ സ്വപ്നം തന്നെയാണ്. അത് യാഥാർത്ഥ്യമാവേണ്ട സ്വപ്നമാണ്. നമ്മളവിടെ കാണുന്നത്, നേരത്തെ നമ്മൾ 65 സെൻറ്റ് ഭൂമി എടുത്തു. അവിടെ പുഴയുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിശാലമായ സ്ഥലമുണ്ട്. മംഗലശ്ശേരി തൂക്കുപാലത്തിന് താഴെ നമുക്ക് വിശാലമായ പാർക്കിന്, വിശാലമായ കുളിക്കടവിന് എല്ലാ സൗകര്യങ്ങളുണ്ട്. ഒരു നല്ല ഫണ്ട് നമ്മൾ സർക്കാരിൽ നിന്ന് ലഭ്യമാക്കാൻ സാധിക്കുകയാണെങ്കിൽ അവിടെ വിശാലമായ പാർക്കും കുളിക്കടവും ഇരിപ്പിടവും ഒക്കെ തയ്യാറാക്കാം. അവിടെ പ്രത്യേകമായ ലൈറ്റുകൾ ഫിറ്റാക്കാം. എന്ന് പറഞ്ഞാൽ വൈകുന്നേര സമയത്ത് ആ പ്രദേശത്തുള്ള ആളുകൾക്ക് പോയി ഇരിക്കാനും കുളിക്കാനും ആസ്വദിക്കാനും പറ്റിയ ഒരു സ്ഥലം. അതോടൊപ്പം ഗ്രൗണ്ടിൽ സ്ത്രീകൾക്ക് കളിക്കാനുള്ള ഇടം ഇപ്പം ഇല്ല. അപ്പോൾ സ്ത്രീകൾക്ക് കൂടി പറ്റിയ ഒരു ഏരിയ ഉണ്ടാവണം. വോളിബോളിന് പറ്റിയ സ്ഥലം വേണം, ക്രിക്കറ്റിന് പറ്റിയ സ്ഥലം വേണം. ഇതൊക്കെ ആ പ്രദേശത്ത് വ്യത്യസ്ത ആളുകളുടെ കയ്യിലുള്ള ഭൂമി കാശ് കൊടുത്തിട്ടോ സൗജന്യമോ ആയി വാങ്ങിയെടുത്തിട്ട് ഒരു വിശാല സ്പോർട്സ് കോംപ്ലക്സ് എന്ന രീതിയിലേക്ക് വരണം. നിലവിലുള്ള ഗ്രൗണ്ട് തന്നെ കാണികൾക്ക് കാണാനും ആസ്വദിക്കാനും പറ്റിയ രീതിയിലുള്ള സംവിധാനങ്ങൾ ഒരുക്കണം. ഇതെല്ലാം നമ്മൾ അതിൻ്റെ മാർഗത്തിലാണ്. ഓരോ 5 വർഷവും നമ്മൾ ആ രംഗത്ത് പുരോഗതി പ്രാപിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഈ ചേന്നമംഗല്ലൂരിൽ 5 വാർഡുകളെ പറ്റിയാണ് പറഞ്ഞത്. ചേന്നമംഗല്ലൂരിന് പുറമേ ഉള്ള വേറെ വാർഡുകളുണ്ടല്ലോ, ഇതുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ആ വാർഡുകളും ഈ വാർഡുകളും കമ്പയർ ചെയ്തിട്ട് നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? ചേന്നമംഗല്ലൂർ ബെൽറ്റിനപ്പുറത്തുള്ള വാർഡുകൾക്ക് പ്രത്യേകമായ ഒരു പുതുമയും അല്ലെങ്കിൽ പുതുതായി എന്തെങ്കിലും അവർ ചെയ്തു എന്ന് നമുക്കവിടെ പോയി സന്ദർശിച്ചാൽ മനസ്സിലാവും. ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പോൾ പന്നോളി ഭാഗത്തുള്ള കോളനിയിൽ നമ്മൾ സന്ദർശിച്ചു. ഇപ്പോൾ പുതിയ ചേന്നമല്ലൂരിൻ്റെ ഭാഗമായി അല്ലെങ്കിൽ ചേന്നമല്ലൂർ ബെൽറ്റിൻ്റെ 22 വാർഡിൻ്റെ ഭാഗമാണ് അവിടെ. ഒരു ദുരിത പ്രദേശം പോലെയാണ് തോന്നുന്നത്. മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ വർഷങ്ങളായി കൗൺസിലർമാരാകുന്ന പ്രദേശമാണത്. നമ്മുടെ തൊട്ടപ്പുറത്തുള്ള കച്ചേരി ഭാഗത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഈ കാഴ്ച നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ഒരു ദുരന്ത അവസ്ഥ ചേന്നമല്ലൂർ പ്രദേശത്തേ ഇല്ല. സർക്കാർ ഫണ്ട്, സന്നദ്ധ സംഘടനകളുടെ ഫണ്ട്, നാട്ടിലെ വ്യക്തികളുടെ ഫണ്ട്, ഏത് ഫണ്ടും സ്വരൂപിച്ചിട്ട് നാടിൻ്റെ പ്രശ്നം പരിഹരിക്കുക എന്നതാണ് നമ്മൾ എക്കാലത്തും സ്വീകരിച്ചത്. തുടർന്നും അതുതന്നെ സ്വീകരിക്കും.